കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകർ കരിങ്കൊടി വീശി പ്രതിഷേധിക്കുന്നു. അദ്ദേഹം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നു. അതുപോലെ തന്നെ നിയമസഭയിൽ നിന്ന് പാസ്സാക്കുന്ന ബില്ലുകളൊന്നും ഒപ്പുവെക്കാതെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു എന്നത് ആരോപിച്ചുകൊണ്ടുള്ള നിരവധി പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ നാളുകളേറെയായി നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഗവർണർ എത്തുമെന്ന് അറിഞ്ഞപ്പോൾ തൊടുപുഴയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് LDF. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊടുപുഴയിൽ നടക്കുന്ന ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരികളുടെ എല്ലാം കടകൾ അടച്ച് ഹർത്താലുമായി സഹകരിക്കണമെന്നായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആവശ്യം. എന്നാൽ പരിപാടിയിൽ കൃത്യസമയത്ത് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി. ആലുവയിൽ വന്നെത്തിയ ഗവർണർ ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ തങ്ങി വിശ്രമിച്ചതിന് ശേഷം ആലുവയിൽ നിന്ന് തൊടുപുഴയിലേക്ക് എത്തുകയായിരുന്നു. ജില്ലാ അതിർത്തി കടന്ന ഉടൻ തന്നെ തൊടുപുഴയിലെയും ഇടുക്കി ജില്ലയിലെയും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉയർന്നു. ആരിഫ് ഖാനെ തെമ്മാടി എന്നതടക്കമുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ അദ്ദേഹം തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ എത്തിച്ചേർന്ന ഉടൻ ഇത്രയും സംഘർഷഭരിതമായ സമയത്തും തങ്ങളുടെ പരിപാടിയിൽ ധീരമായി പങ്കെടുത്ത ഗവർണർ എന്ന് അനുമോദിച്ചുകൊണ്ടായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഉദ്ഘാടന വേളയിൽ ഗവർണർ ഇടതുപക്ഷ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർത്തി. വിരട്ടിക്കൊണ്ട് കാര്യങ്ങൾ നേടാമെന്നാണ് സർക്കാരിന്റെ ചില ആളുകൾ ശ്രമിക്കുന്നത്. അതൊന്നും നടപ്പാകില്ല, താൻ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. I am not a rubber stamp. I have said it repeatedly. If something comes, I have already told you, I have a duty to uphold the constitution and law, and I also have a duty to see the interest and welfare of the people of Kerala is not compromised by anybody. പുറത്ത് അദ്ദേഹത്തിനെതിരെയുള്ള സമരങ്ങൾ അലയടിക്കുമ്പോൾ, പുറത്ത് അദ്ദേഹത്തിനെതിരായ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ ഇതൊന്നും കൂസാക്കാതെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഉദ്ഘാടന വേദിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തി ഗവർണർ പതിയെ കാറിൽ കയറുന്നു. പ്രതിഷേധക്കാർ അദ്ദേഹത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കാറിന്റെ ഇരുവശത്തും തടിച്ചുകൂടുന്നു. പോലീസ് തടഞ്ഞു നിർത്തുന്നു. മറ്റ് സെക്യൂരിറ്റി ഫോഴ്സുകൾ അവയെല്ലാം തടഞ്ഞു നിർത്തുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കരിങ്കൊടി വീശി കാണിക്കുന്ന പ്രതിഷേധക്കാരെയും സാധാരണക്കാരായ ജനങ്ങളെയും ഒരുപോലെ കൈവീശി കാണിച്ച് ഗവർണർ യാത്ര ആരംഭിക്കുന്നു. ഒടുവിൽ ആലുവയിൽ എത്തി അല്പനേരം വിശ്രമിച്ചതിനു ശേഷമാണ് ഗവർണർ തിരികെ പോയത്. എന്തായാലും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്ന ഈ പോർവിളികൾ കഴിഞ്ഞ കുറെ നാളുകളായി ഗവർണറും ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ അനുഭാവികളും തമ്മിലുള്ള പോർവിളികൾ നീണ്ടു പോവുകയാണ്. കാരണങ്ങൾ പലതാണെങ്കിലും പക ഒന്നാണ്.